കിച്ചണിൽ വെച്ചിട്ട് നമ്മുടെ ലിൻഡയും വില്ലി ലോമനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ അതിൽ ലിൻഡ ആളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വില്ലി ലോമൻ വളരെയധികം തന്നെക്കുറിച്ച് തന്നെ കുറച്ച് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലിൻഡ എപ്പോഴും മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു ഭാര്യ ആയതിനാൽ ആളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ സീൻ്റെ അവസാനത്തിൽ നമ്മൾക്ക് ഒരു വുമൻ്റെ ഒരു ഫെയിൻറ്റ് ഒരു ലാഫ്റ്റർ കേൾക്കാം. ഇയാൾ ഒരു വുമൺ ഏതോ ഒരു സ്ത്രീ ചിരിക്കുന്നതായിട്ട് കേൾക്കാം. അപ്പോൾ ആ ചിരിക്കുന്നത് ഇതൊരു പ്ലേ ആയതുകൊണ്ട് തന്നെ സ്റ്റേജിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഫെയിൻറ്റ് ഔട്ട്ലൈൻ ഓഫ് എ വുമൺ, ഒരു ചെറിയൊരു ഷാഡോ പോലെ ഒരു വുമണിനെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആ സ്റ്റേജിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ സീൻ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സീൻ 5ാമത്തെ സീനാണത്. അപ്പോൾ സീൻ 5 is significant because it is the first time that Willy's manipulation of reality occurs in front of the audience. Although the scene continues in the past, picking up in the kitchen where scene 4 left off, the audience is given the opportunity to observe Willy's tendency to exaggerate and deny reality. അപ്പോൾ ആ സീനിൽ വില്ലി തൻ്റെ കിട്ടുന്ന കാശിനെ കുറിച്ചൊക്കെ ലിൻഡയോട് കുറേ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നൊരു ചെറിയൊരു ഡയലോഗും കൂടിയുണ്ട്. അപ്പോൾ ലിൻഡ തിരിച്ച് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു ഇതും ഉണ്ട്. അപ്പോൾ വില്ലി വല്ലാതെ ഒരവസ്ഥയിലേക്ക് എത്തുന്നത്, കാരണം നുണ പറഞ്ഞത് അവൾ കണ്ടുപിടിച്ചുല്ലോ എന്നുള്ളൊരു അവസ്ഥ. അപ്പോൾ ഇത് ശരിക്കും ഓഡിയൻസിന് നമുക്ക് കാണിച്ചു തരാണ് എത്രമാത്രം വില്ലി ലോമൻ വളരെയധികം താൻ ചെയ്ത കാര്യങ്ങളൊക്കെ എക്സാഗ്രേറ്റ് ചെയ്ത് കൂട്ടി പറഞ്ഞ് റിയാലിറ്റീനെ ഡിനൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണിച്ചു തരാണ്. ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ഏർണിങ്സ് or modicum of success, so he reinvents his success by exaggerating his sales to Linda. ആൾ ശരിക്കും ആളുടെ ഏർണിങ്സിലോ ആളുടെ സക്സസ്സിലോ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. അത് നമ്മൾ കഴിഞ്ഞ സീനിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾ ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് ആ റിയാലിറ്റീനെ മറച്ച് ആളുടേതായ ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്ത് അതിൽ എക്സാഗ്രേറ്റ് ചെയ്ത് ജീവിക്കുക. It is only when Linda confronts him with the numbers that he is forced to admit his true commission. അങ്ങനെ ലിൻഡയ്ക്ക് ഇതിൻ്റെ ലിൻഡയ്ക്ക് കണക്ക് കൂട്ടാനും സത്യാവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ലിൻഡ അതിന് അതായിട്ട് കറക്റ്റ് ഇതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സീനുമുണ്ട്. പക്ഷേ വില്ലിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിൻഡയുടെ മുമ്പിൽ തൻ്റെ സക്സസിനെ കുറിച്ച് പ്രിറ്റൻഡ് ചെയ്യാനൊന്നും വില്ലിക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അടുത്ത സീനിലേക്ക് കിടക്കുകയാണ്, സീൻ 6. അപ്പം സീൻ 6 begins with Willy talking to Linda. He continues his conversation with her from scene 5, describing his loneliness and desperation. At times, Willy is overwhelmed with fear that he will not be able to sell anything again. Although Willy is revealing his insecurities to Linda, the woman who was faintly visible in scene 5 appears and responds to Willy. The woman informs Willy that she chose him to be her lover because of his sense of humor. They make plans to meet again next time Willy is in Boston, and then she thanks him for the stockings he brought her. അങ്ങനെ 6ാമത്തെ സീനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വില്ലി ലിൻഡയോട് സംസാരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അവർ സീൻ 5 തുടങ്ങി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കോൺവെർസേഷൻ ഈ സീനിലും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ സീനിൽ ആൾ തൻ്റെ ലോൺലിനെസ്സും ഡെസ്പറേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് വില്ലി ലോമൻ. അങ്ങനെ വില്ലി ഭയങ്കര പേടിച്ചിരിക്കുകയാണ് വില്ലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ടെൻഷൻ. കാരണം ഇനിയൊന്നും സെയിൽസ്മാനായ തനിക്ക് ഇനിയൊന്നും താൻ ഇത്രയും ഏജ്ഡൊക്കെ ആയി ഇപ്പം ഇനിയൊന്നും സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ. അപ്പം വില്ലി തൻ്റെ ഇൻസെക്യൂരിറ്റീസൊക്കെ ലിൻഡയോട് പറയുകയാണ്. അപ്പോഴും നമ്മുടെ ആ ഒരു വുമൻ്റെ ഒരു ചെറിയൊരു ഫെയിൻ്റെ ഒരു ലേശം ഒരു മങ്ങിയ ഒരു രൂപം വില്ലിയുടെ തലയ്ക്കകത്ത് കിടന്നിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വില്ലി അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മയില്ലാത്തൊരു അവസ്ഥയിലായി വില്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മിക്സ് ചെയ്ത ആളുടെ ബ്രെയിനിൽ കൂടെ കടന്നു പോവാണ്, ആളുടെ മൈൻഡിലൂടെ കടന്നു പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ സ്ത്രീയെ കണ്ടപ്പോൾ ആൾ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. മൈൻഡിലിങ്ങനെ കാണുകയാണ്, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വില്ലി കാണുകയാണ്. അപ്പോൾ ഈ വില്ലിയോട് ഈ വുമൺ സംസാരിച്ച് തുടങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്തുകൊണ്ടാണ് ലവർ ആയിട്ട് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമറാണ് ഞാൻ നിങ്ങളിൽ നോക്കിയത്. അത് കഴിഞ്ഞ് വുമൺ പറയാണ്, ഓക്കെ വില്ലി, നമുക്ക് ബോസ്റ്റണിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ബോസ്റ്റണിൽ കാണാം. എന്നിട്ട് അവൾ പോകുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്ന നിങ്ങൾ തന്ന സ്റ്റോക്കിങ്സിന് നന്ദിയുണ്ട് എന്ന് പറയാണ്.
അപ്പോൾ ഈ സ്റ്റോക്കിങ്സ് എന്നുള്ളത് ഇതിലൊരു പ്രധാന തീമാണ്. ഓക്കെ, well, scene 6 is a pivotal scene because the audience is privy to Willie's guilt over the affair and his subsequent inability to separate memories of Linda from the woman. അപ്പോൾ ഈ സീൻ 6 എന്ന് പറയുന്നത് ഓഡിയൻസിന് മനസ്സിലാവാണ് വില്ലിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ്. കാരണം തൻ്റെ ഇത്രയും കൊല്ലം തൻ്റെ കൂടെ നിന്ന് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ സ്ത്രീ ലിൻഡ ലോമൻ എന്ന സ്ത്രീയെ വഞ്ചിച്ചതിലുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് വില്ലി ലോമൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നുണ്ട്. It becomes increasingly difficult for Willie to distinguish between the events of the present and the past. അപ്പോൾ ഈ ഒരു സീൻ നമ്മുടെ ലിൻഡ ലോമനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വുമൻ്റെ ഒരു പിക്ചർ വില്ലി ലോമൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം പാസ്റ്റും പ്രസൻറ്റും തിരിച്ചറിയാൻ കഴിവില്ലാതായിരിക്കുന്നു വില്ലിക്ക്. Although Willie prefers to believe he is defined by his imagined likability and success as a salesman, in reality it is the affair that marks his true character. അപ്പോൾ വില്ലിക്ക് അറിയാം തൻ്റെ ഇമാജിൻഡ് ആയിട്ടുള്ള ലൈക്കബിലിറ്റി എന്ന് വെച്ചാൽ ആൾക്കാർ തന്നെ വളരെയധികം ലൈക്ക് ചെയ്യുന്നു എന്നുള്ളത് താൻ ഇമാജിൻ ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു ഇമാജിൻ ചെയ്ത ലൈക്കബിലിറ്റിയിലൊക്കെയാണ് ഞാൻ സ്വയം ഡിഫൈൻ ചെയ്യണം. വില്ലി സ്വയം ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ സെയിൽസ്മാൻ എന്ന രീതിയിൽ താൻ വളരെ സക്സസ്ഫുള്ളാണെന്ന് താൻ സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് ആ ഒരു ഇതിലാണ്, അങ്ങനെ ഒരു ഫേക്ക് വേൾഡിലാണ് വില്ലി ജീവിക്കുന്നത്. തന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ വില്ലി അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഞാൻ വളരെ സക്സസ്ഫുൾ ഒരു സെയിൽസ്മാനാണ്, മാത്രമല്ല എന്നെ എല്ലാവരും വളരെയധികം വെൽ ലൈക്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണെന്നൊക്കെ. പക്ഷേ ശരിക്കും റിയാലിറ്റി നോക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വില്ലി ലോമന് നന്നായിട്ട് അറിയാം വില്ലി ലോമൻ എന്നുള്ള ക്യാരക്ടർ ശരിക്കും ഡിഫൈൻ ചെയ്യേണ്ടത്, ആളുടെ ട്രൂ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യേണ്ടത് ഈ ഒരു അഫെയറിൻ്റെ ബേസിലാണ്. കാരണം ഭാര്യയെ വഞ്ചിച്ച് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയ ഒരു ഭർത്താവിൻ്റെ ക്യാരക്ടറിലാണ് ശരിക്കും ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. In fact, the affair serves as a defining feature of his being. He is guilt-ridden to the point that he is continually reminded of his infidelity whenever he is in Linda's presence. അപ്പോൾ ലിൻഡയുടെ പ്രസൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലി ലോമൻ ലിൻഡയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ലിൻഡയുടെ പ്രസൻസിൽ ശരിക്കും ആൾ ഗിൽറ്റി ഫീലിംഗ് ആയതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാര്യം ആൾക്ക് മനസ്സിലേക്ക് ഇങ്ങനെ അറിയാതെ തന്നെ കടന്നു വരും. ഇത് ആളുടെ ഇൻഫിഡലിറ്റി എന്നുള്ള ഒരു തിന്മ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരും. In addition, the stockings which he gave to the woman serve as a tangible reminder of his transgression. He cannot bear to see Linda mend her stockings because he remembers his infidelity, plus he is forced to acknowledge that he gave Linda stockings to the woman. അപ്പം ലിൻഡ അവിടെ കിടന്ന് ഈ സ്റ്റോക്കിങ്സ്, പണ്ടത്തെ കാലത്ത് ഈ വീട്ടമ്മമാർക്ക് ഈ സ്റ്റോക്കിങ്സ് മെൻറ്റ് ചെയ്യുന്നത് ഒരു ഹോബിയായിരുന്നു. അത് ഈ ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീകളുടെ ഒരു മെയിനായിട്ടുള്ള ഒരു വർക്കായിരുന്നു. അപ്പോൾ അതൊരു മീനിയൽ വർക്കായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇത് ലിൻഡ ഈ സ്റ്റോക്കിങ്സ് മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ വില്ലി ലോമൻ വളരെ ദേഷ്യത്തിലാവാറുണ്ട്. കാരണം ഒന്നാമത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിങ്സ് കാണുമ്പോൾ തന്നെ ആ വുമണെയാണ് വില്ലി ലോമന് ഓർമ്മ വരുന്നത്. അത് മാത്രമല്ല തൻ്റെ തന്നെ ആ ഒരു ഗിൽറ്റി ഫീലിംഗ്, താൻ തെറ്റ് ചെയ്തു, താൻ തെറ്റുകാരനാണ്, താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് വില്ലി ലോമന് കടന്നു വരികയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൾക്കൊരു സ്റ്റോക്കിങ്സ് പോലും ഭാര്യയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീലിങ്ങും കൂടി, ആളൊരു പ്രൈഡ്, അങ്ങനെ ഒരു ഫീലിങ്ങും കൂടി ആൾക്ക് മനസ്സിലേക്ക് കടന്നു വരികയാണ്. കാരണം ആൾ സെയിൽസ്മാനായിട്ട് സക്സസ്ഫുൾ അല്ല, ആൾക്ക് അധികം ഏർണിങ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും ആളെ ഈ സ്റ്റോക്കിങ്സ് മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിൻഡ ഓർമ്മിപ്പിക്കുന്നതല്ല, പക്ഷേ ആൾക്ക് സ്വയം തോന്നുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിൻഡയോട് ഇത് നിർത്താനും ഇനി ഈ വക പണികൾ ഇവിടെ ചെയ്യരുതെന്നും നമ്മുടെ വില്ലി ലോമൻ പറയുന്നുണ്ട്. പക്ഷേ വില്ലി ലോമൻ അതിന് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ മീനിയലായിട്ടുള്ള വർക്കുകൾ ചെയ്യല്ലേ എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. ഹി ഹാസ് ബിട്രേഡ് ലിൻഡ ആൻഡ് ഹി കനോട്ട് സപ്രസ് ദ നോളജ്. അപ്പം ലിൻഡനെ ചതിച്ച ആ ഒരു കാര്യം അവന് ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ലിൻഡ മെൻറ്റ് ചെയ്ത സ്റ്റോക്കിങ്സാണ് സാധാരണ ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുക്കാറുള്ളതെന്ന കാര്യവും നമ്മുടെ വില്ലി ലോമൻ ഓർത്തു പോവാണ്. അടുത്തത് നമ്മൾ സീൻ 7ലേക്ക് കടക്കുകയാണ്. അപ്പോൾ സീൻ 7ലേക്ക് കടക്കുമ്പോൾ
ഇവിടെ ആ കോൺവെർസേഷൻ വില്ലിയും ലിൻഡയും തമ്മിലുള്ള കോൺവെർസേഷൻ തന്നെയാണ് നടക്കുന്നത്. But Linda is unaware of the dialogue exchange from scene 6 which effectively interrupted her discussion with Willie. She repeats her comment from scene 5 that Willie is an attractive man. Willie, however, is aware of the woman from scene 6 and he responds to Linda's comment with a vague apology and a promise to make it all up to you. Linda is ignorant of what Willie is talking about. Willie observes Linda donning her stockings and he orders her to throw them away. അപ്പോൾ ആ സീൻ 7 ഈ കോൺവെർസേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിൻഡ അവിടെ ഇരുന്ന് സ്റ്റോക്കിങ്സ് ഒക്കെ മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ദൂരെ എടുത്ത് കളയോ എന്ന് ദേഷ്യത്തിൽ നമ്മുടെ വില്ലി ലോമൻ ചോദിക്കുന്നുണ്ട്. ബേർണാഡ് എൻറ്റേഴ്സ് ഫ്രാൻറ്റിക്കലി ലുക്കിംഗ് ഫോർ ബിഫ്. അപ്പോഴാണ് നമ്മുടെ ബേർണാഡ് അവിടേക്ക് ബിഫിനെ അന്വേഷിച്ച് കടന്നു വരുന്നത്. വില്ലി ഡിമാൻഡ്സ് ദാറ്റ് ബേർണാഡ് ഗീവ് ദ ടെസ്റ്റ് ആൻസേഴ്സ് ടു ബിഫ്. അപ്പോൾ ഇത് ഈ സീൻ മാറിയിട്ട് നമ്മുടെ പഴയ സീനിലേക്ക് പോവാണ്. അങ്ങനെ ഒരു ദിവസം ബേർണാഡ് കടന്നു വരുമ്പോൾ ബിഫിൻ്റെ അടുത്തേക്ക് ബിഫ് പറയുകയാണ്, ബിഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് ബേർണാഡ് വരുന്നത്. പക്ഷേ നമ്മുടെ വില്ലി ലോമൻ പറയുകയാണ് ഇങ്ങനെ ബേർണാഡിനോട് പരീക്ഷയുടെ സമയത്ത് ആൻസേഴ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ എന്ന് പറയുകയാണ്. ബേർണാഡ് റിവീൽസ് ദാറ്റ് ഹി ഹാസ് ഓൾറെഡി ബീൻ ഹെൽപ്പിംഗ് ബിഫ് ചീറ്റ് ബട്ട് ഹി കനോട്ട് ഹെൽപ്പ് ഹിം ഓൺ ദ റീജൻസ് എക്സാം. അപ്പം ബേർണാഡ് പറയാണ് ബിഫിനെ ഓൾറെഡി ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ചീറ്റിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റീജൻസ് എക്സാമിന്, ഇത്രയും വലിയൊരു എക്സാമിന് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വില്ലി ബിക്കംസ് ആംഗ്രി അറ്റ് ബിഫ് ആൻഡ് ത്രെറ്റൻസ് ടു ബീറ്റ് ഹിം. അങ്ങനെ വില്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കും എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. Linda reminds Willie that Biff stole the football and she also informed him that he is not treating the girls properly. അങ്ങനെ ലിൻഡ നമ്മുടെ വില്ലീനെ റിമൈൻഡ് ചെയ്യാണ് ബിഫ് ഫുട്ബോൾ സ്റ്റോൾ ചെയ്ത കാര്യം, ഫുട്ബോളൊക്കെ മോഷ്ടിച്ച കാര്യവും, എന്നിട്ട് പറയാണ് ഗേൾസിനെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ്. Bernard says Biff is driving without a license. Willie is growing more disturbed with each comment. അങ്ങനെ ബേർണാഡ് ഓരോ കാര്യം പറയാണ്. ബിഫ് ഇങ്ങനെ മാത്സിൽ ബാക്കിലാണ്, അവന് ടെസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ബിഫിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ബേർണാഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാണ് ആള് ലൈസൻസ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യുകയാണ് വണ്ടി എന്നൊക്കെ പറയാണ്. അപ്പം ഓരോ കമൻറ്റിനും വില്ലി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാണ്. ദ വുമൺ ഫ്രം സീൻ 6 laughs and Willie screams shut up. അങ്ങനെ അതിൻ്റെ ഇടയിലും ആ വുമൻ്റെ ഒരു ചിരി, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചിരി, ആ ഒരു സീൻ കഴിയുമ്പോഴേക്കും വുമൻ്റെ ഒരു ചിരി വന്നു. അപ്പോൾ മനസ്സിലേക്ക് ചിരി വന്നപ്പോഴേക്കും വില്ലി ഉറക്കെ പറഞ്ഞു ഷട്ടപ്പ് എന്ന്. ബേർണാഡ് കണ്ടിന്യൂസ് ടു ക്രിട്ടിസൈസ് ബിഫ് അണ്ടിൽ വില്ലി ഓർഡേഴ്സ് ഹിം ടു ലീവ്. Linda defends Bernard, but Willie counters her, maintaining that Biff is fine. Linda leaves and then Willie reverts back to his initial condemnation of Biff at the beginning of the scene. അങ്ങനെ പക്ഷേ ലിൻഡ ശരിക്കും ബേർണാഡിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ വില്ലി അവനെതിരെ പറയാണ്. അപ്പോൾ ലിൻഡ ശരിക്കും ബേർണാഡിനെ ഡിഫെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ വില്ലി കൗണ്ടർ അടിയും പറയാണ് ഓക്കെ ബിഫ് ഇസ് ഫൈൻ, ബിഫിന് ഒരു കുഴപ്പമില്ല, ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും ബിഫിന് ഇല്ല. അങ്ങനെ ലിൻഡ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൽ വില്ലീസ് മെൻ്റൽ ഫാക്കൽറ്റീസ് ആർ ഡിറ്റോറിയറേറ്റിംഗ് ഇൻ സീൻ 7. സീൻ 7 വില്ലിയുടെ മെൻ്റലി സ്റ്റേബിളായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഇല്ല, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു വരികയാണ്. ഓരോ സീനിലും വരുംതോറും വില്ലിയുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരികയാണ്. ഹി ഈസ് നോ ലോങ്ങർ കേപ്പബിൾ ഓഫ് സെപ്പറേറ്റിംഗ് ദ പ്രസൻറ്റ് ആൻഡ് ദ പാസ്റ്റ്. കാരണം പ്രസൻറ്റും പാസ്റ്റ്, അതിൻ്റെ ഇടയിൽ ഈ പ്രസൻറ്റിൻ്റെ ഇടയിൽ കുറേ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ കയറി വരികയാണ്. അപ്പോൾ അത് തമ്മിലിങ്ങനെ മിക്സായിട്ട് കയറി വരാണ്. ഇൻ വില്ലീസ് മൈൻഡ് ഓൾ ഓഫ് ദ ഇവൻറ്റ്സ് ആർ ഒക്കറിങ് അറ്റ് ദ സെയിം ടൈം ലീവിങ് ഹിം കൺഫ്യൂസ്ഡ് ആൻഡ് ബീവിൽഡേർഡ്. വില്ലിയുടെ മനസ്സിൽ ഈ ഇവൻറ്റ്സ് ഒക്കെ ഒരേ ഇതിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ് അവൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ഉള്ളത്. He does not know if he is in the past or the present, if he still has a chance to make things right with his family, or if he can still achieve success. അവന് തന്നെ അറിയില്ല അവൻ പാസ്റ്റിലാണോ പ്രസൻറ്റിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഈ ചെയ്തു പോയ തെറ്റായ കാര്യങ്ങളൊക്കെ ഇനി ശരിയാക്കാൻ പറ്റുന്ന ഒരു ടൈമാണോ ഇപ്പോൾ, തൻ്റെ ഫാമിലിക്ക് വേണ്ടി തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും അവന് എന്താ പറയുക അയാൾക്ക് അറിയുന്നില്ല. He remembers the most important events relating to Linda and Biff, but he cannot separate them in his mind. അപ്പോൾ ഇദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സൊക്കെ ലിൻഡയുടെയും ബിഫിൻ്റെയും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ശരിക്കും ആ ഇവൻറ്റ്സ് ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ, അതിൻ്റെ ഒരു ടൈം അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യാനൊന്നും നമ്മുടെ വില്ലിക്ക് സാധിക്കുന്നില്ല.
He is in the present at the beginning of the scene, but the sight of Linda's stockings moves him back to the past, to the moment of his interlude with the woman. അപ്പോൾ ശരിക്കും ഈ ഒരു സീനിൽ ബിഗിനിങ്ങിൽ ശരിക്കും പ്രസൻറ്റ് സിറ്റുവേഷനിലായിരുന്നു വില്ലിയുടെ മൈൻഡ്, പക്ഷേ സ്റ്റോക്കിങ്സ് കണ്ടതോടുകൂടി ആളുടെ മൈൻഡ് മുഴുവൻ പാസ്റ്റിലേക്ക് പോവുകയാണ് ഉണ്ടായത്. Willie's guilt and agitation shift to anger as he focuses on Biff. Willie is already confused, but his anger increases when he learns of Biff's unacceptable behavior. അങ്ങനെ വില്ലിയുടെ ഗിൽറ്റും എജിറ്റേഷനും ഒക്കെ ആങ്കറായിട്ട് മാറുകയാണ് ബിഫ് വന്നതോടുകൂടി, ബിഫിൻ്റെ ഒരു ഓർമ്മ വന്നതോടുകൂടി. കാരണം വില്ലി ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ബിഫിൻ്റെ ഒരു അൺആക്സെപ്റ്റബിൾ ബിഹേവിയർ നമ്മുടെ ബേണാഡ് വന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുവന്നു. It's not a coincidence that Willie focuses on his own failure, the affair, and on Biff's failure during this scene. Willie denies his own self-incrimination and instead directs all of his castigation upon Biff. Finally, Willie contradicts the maturity of the scene when he defends Biff. Rather than admit his son's imminent failure, Willie ignores the warning signs and praises him instead. പക്ഷേ വില്ലി എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ വില്ലിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തൻ്റേതായ ആ ഒരു അഫെയറും ഇൻഫിഡലിറ്റിയും, അപ്പോൾ ഈ ബിഫിൻ്റേതായ എന്താ പറയുക ചെയ്യാത്ത കാര്യങ്ങളും സക്സസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച ആൾക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യം ഭയങ്കര. പക്ഷേ എന്നാലും ബിഫിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് വില്ലി ചെയ്തത്. വില്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാൻ ഒരുക്കമല്ല, തൻ്റെ സണ്ണൊരു ഇമിനൻറ്റ് ഫെയിലിയർ ആണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ ആൾ ഒരുക്കുകയല്ല. വില്ലി ശരിക്കും ഇഗ്നോർ ചെയ്യാണ് ആ വാർണിംഗ് സൈൻസൊക്കെ, എന്നിട്ട് അതിന് പകരം ബിഫിനെ പ്രൈസ് ചെയ്യാണ്.